Meera Jovi. Again, welcome back to Soran Spicy. Soran Spicy പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ സമൂസ റെഡിയാക്കി എടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഈ ഒരു സ്നാക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ സമൂസ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഷീറ്റ്സ് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. അപ്പോൾ അതെങ്ങനെ ഈസി ആയിട്ട് ഹോം മെയ്ഡ് ആയിട്ടൊക്കെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കുക എന്നുള്ള എൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ആഗ്രഹമുള്ളവരൊന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ റെഡിയാക്കിയ സമൂസ ഷീറ്റ്സ് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്രാവശ്യം സമൂസ റെഡിയാക്കാൻ പോകുന്നത്. അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ സമൂസ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ സമൂസ ഷീറ്റ്സ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള സമയത്ത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഫില്ലിങ് റെഡിയാക്കിയിട്ട് സമൂസ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെ ഇത് റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ സമൂസ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് എടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം. 1/2 ടീസ്പൂൺ ഗരം മസാല വേണം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വേണം. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയില വേണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/4 കപ്പ് വേവിച്ച് ഉടച്ച് ഉരുളക്കിഴങ്ങാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇതേപോലെ വേവിക്കാതെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ അതിനൊപ്പിട്ട് വേവിക്കാം. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് വേവിച്ച് ഉടച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേവിച്ച് ഉടച്ചെടുക്കുക, അല്ലാതെ ചെറിയ പീസായിട്ട് വെജിറ്റബിൾസിൻ്റെ ഒപ്പം കട്ട് ചെയ്ത് വേവിച്ചെടുക്കുകയോ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. പിന്നെ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് എങ്ങനെ സമൂസ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ സമൂസ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ പാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സവാള വാടാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി. അധികം വാടി ഒന്ന് ബ്രൗൺ കളറായി പോകുന്നൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വാടി ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി. അതുവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ട് അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികളിലൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് മസാലകളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഈ വെജിറ്റബിൾസ് വേവുന്ന വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വെജിറ്റബിൾസ് ഒന്ന് ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേവണം, എങ്കിലാണ് നമ്മുടെ സമൂസയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഉരുളക്കിഴങ്ങ് വെജിറ്റബിൾസായിട്ട് നന്നായിട്ട് മിക്സായി വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ചൂടാറാൻ വെക്കണം. എന്നിട്ട് വേണം നമുക്ക് സമൂസ ഷീറ്റിൽ ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. അപ്പോൾ നമുക്കിനി സമൂസ റെഡിയാക്കി എടുക്കണം. നമ്മുടെ ഫില്ലിങ് ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സമൂസ ഷീറ്റിൽ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സമൂസ ഷീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി റെസിപ്പി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് റെഡിയാക്കി എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ റെഡിമെയ്ഡ് വാങ്ങിച്ച ഷീറ്റ്സ് വെച്ച് ഫോൾഡ് ചെയ്ത് റെഡിയാക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഷീറ്റ് എടുത്തിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ മടക്കി എടുക്കുക. ഞാനിപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് ഞാനിത് ഫില്ല് ചെയ്ത് വയ്ക്കും. ഫില്ല് ചെയ്യുക. ഇനി ഇത് ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിന് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഇത് സമൂസ ഇവിടെ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി കൂടെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് സമൂസ ഞാനിവിടെ ഫില്ല് ചെയ്ത് ഫോൾഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് നമുക്കൊരു പാൻ വെച്ച് ഓയിൽ ചൂടാക്കി എടുക്കാം. അപ്പോൾ സമൂസ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിൽ ഇത് ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സമൂസ ഇട്ട് കൊടുക്കാം. ഇനി തീ നന്നായിട്ട് കുറച്ച് ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളർ വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ഇതേ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അധികം കുക്കാവാനൊന്നുമില്ല. ഓൾറെഡി കുക്കായിട്ടുള്ള വെജിറ്റബിളാണ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ജസ്റ്റ് ഔട്ട് സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് കോരി മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ട് സൈഡും അത്യാവശ്യം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇത് അധികം വെച്ചുകൊണ്ടിരുന്നാൽ ഇനി കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വേഗം തന്നെ കോരി വേറെ പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെയുണ്ട് സമൂസ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സമൂസ ഷീറ്റ്സ് ഇല്ലാത്ത പ്രശ്നമാണെങ്കിൽ അതും ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ലിങ്ക് കിട്ടും. അപ്പോൾ അത് നോക്കി റെഡിയാക്കി എടുക്കുക. പിന്നെ സമൂസ റെഡിയാക്കാനും ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ നമ്മൾ എങ്ങനെയാണ് ഹോം മെയ്ഡ് സമൂസ ഷീറ്റ്സ് വെച്ചിട്ട് സമൂസ റെഡിയാക്കി എടുത്തതെന്ന്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സമൂസ ഷീറ്റ്സ് റെഡിയാക്കി എടുക്കാം. അതേപോലെ തന്നെ സമൂസ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.